IPL ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ്. വിജയിക്കേണ്ട മത്സരങ്ങൾ പോലും എതിരാളികൾക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ RCB അവരുടെ സ്വന്തം നാട്ടിൽ ഒരു മത്സരം ജയിച്ചിട്ടില്ല, അവരെ ജയിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത് പല മത്സരങ്ങളിലും ഇപ്പോൾ ഡൽഹിക്കെതിരെയാണെങ്കിലും ലക്നൌവിനെതിരെയാണെങ്കിലും ഒരു വിജയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് അവസാനത്തെ ഫിനിഷിങ്ങിൽ വരുന്ന പിഴവുകൾ കാരണം ടീം പരാജയപ്പെടുന്നു. എന്താണ് യഥാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയായാലും അതിന് മുന്നത്തെ 2 മത്സരങ്ങളിലെ തോൽവിയായാലും ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു താരം ഷിംറോൺ ഹെറ്റ്മെയർ എന്ന വിദേശ താരം മാത്രമാണ്. RCB നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ഒരു താരത്തെ, ഒരു ബാറ്റർ, വിദേശ ബാറ്റർ നിർത്തിയത് ഹെറ്റ്മെയർ ആയിരുന്നു. അതും ബട്ട്ലറെ പോലെ ഒരു താരത്തെ ഒഴിവാക്കിയിട്ട്. ബട്ട്ലർ എന്തുകൊണ്ടാണ് ഇവർ ഒഴിവാക്കിയതെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരവില്ല. വേണമെങ്കിൽ പറയാം ബട്ട്ലറുടെ ഒരു അസ്തമിക്കാൻ പോകുന്ന മനുഷ്യനെ കണ്ടിട്ട്, അതായത് വിരമിച്ചേക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ അധികം ഇത്രയും ഫോമിൽ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടായിരിക്കാം ഇവർ ഒഴിവാക്കിയത്. പക്ഷേ ആ ഫോമിൽ ഇല്ലാതിരിക്കുന്ന ബട്ട്ലർ പോലും ഈ ഹെറ്റ്മെയറിനേക്കാൾ നന്നായി കളിക്കുന്നത് ഏതൊരു കളി കാണുന്ന ഏതൊരു കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാവും. ഇതെല്ലാവർക്കും മനസ്സിലായിട്ട് രാജസ്ഥാൻ മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നല്ല. ബട്ട്ലറെ പോലൊരു താരത്തെ ലേലത്തിലേക്ക് വിട്ടുകൊടുത്താൽ തിരിച്ചു പിടിക്കാമെന്നുള്ളത് ഒരു മണ്ടത്തരായിരിക്കുന്നില്ല, അതിൽ ആ ഒരു സംശയമില്ല. കാരണം ആ ഒരു താരത്തെ ടോപ്പ് ഓർഡറിൽ ഇത്രയും നന്നായി കളിക്കുന്ന ഒരു താരത്തെ വിക്കറ്റ് കീപ്പിങ്ങിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ കളിക്കുന്ന താരത്തെ ഏത് ടീമും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല, യാതൊരു സംശയമില്ലാത്ത സമയമാണ്. എന്നിട്ട് പോലും ഈ രാജസ്ഥാൻ അത് മനസ്സിലായില്ല. രാജസ്ഥാൻ നിലനിർത്തുന്ന ഹെറ്റ്മെയറെയാണ്. ആ ഹെറ്റ്മെയർ കഴിഞ്ഞ 3 മത്സരങ്ങൾ രാജസ്ഥാനെ തോൽപ്പിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു സംശയമുണ്ടല്ലോ. കാരണം വിജയത്തിലേക്ക് എത്തിച്ച മത്സരങ്ങളായിരുന്നു എല്ലാം. ഒരു ഓവറിൽ 9 റൺസ്, പവർ പ്ലേ, ഈ 12 ബോളിൽ 13 റൺസ്. ഇങ്ങനത്തെ ആ ഒരു ഘട്ടത്തിൽ എന്തായാലും ജയിക്കാൻ പറ്റുന്ന T20യിൽ ജയിക്കാൻ പറ്റുന്ന റണ്ണാണ് ഇതൊക്കെ വരുന്നത്. അവിടെ എത്തുമ്പോൾ പോലും ടീമിനെ വിക്കറ്റ് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ പറ്റുന്നൊരു താരമായിട്ട് കാഴ്ചക്കാരെ നോക്കിക്കുന്നു. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഹെറ്റ്മെയർ രാജസ്ഥാൻ കാണുന്നത് പൊള്ളാർഡിനെ പോലെയും ബ്രാവോനെ പോലെയും അല്ലെങ്കിൽ റസലിനെ പോലെയും പിന്നെ ഒരു വിൻഡീസിൻ്റെ ഗ്രിസ്കെയിലിനെ പോലെ വിൻഡീസിൻ്റെ ഒരു കൂറ്റിനടിക്കാരനായിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിനൊത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഈ സീസണിൽ അദ്ദേഹം തിളങ്ങാനേ പറ്റുന്നില്ല. കഴിഞ്ഞ 2 മത്സരങ്ങൾ നോക്കിയാലും അദ്ദേഹത്തിന് 7 ബോൾ 8, 8 ബോൾ 9, 9 ബോൾ 11 ഈ റേഞ്ചിലാണ് അദ്ദേഹം കളിക്കുന്നത്. ആകെ പറഞ്ഞാൽ ഗുജറാത്തിനോട് മാത്രമാണ് ഒരു 1/2 സെഞ്ചുറി നേടിയത്. ആ ഒരു താരം ഇന്നലെയും ഫ്ലോപ്പായിരുന്നു, ഒരു സംശയമില്ല, ഫ്ലോപ്പായിരുന്നു പറയും. പിന്നെ ജയ്സ്വാളും വൈഭവും നിതീഷ് റാണയും പരാഗും കൂടി ചേർന്നിട്ടൊരു ഭേദപ്പെട്ട സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നു. ധ്രുവ് ജുറൽ മുട്ടിയാണ്. ധ്രുവ് ജുറലാണ് രണ്ടാമത്തെ കളി, നമ്മൾ ഈ പറയുന്നതിൽ രണ്ടാമത്തെ കളി ധ്രുവ് ജുറലാണ്. പക്ഷേ ധ്രുവ് ജുറൽ ഇന്നലെ സംഭാവന ചെയ്തിട്ടുണ്ട്, വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിനും പറ്റിയിട്ടില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും ഹെറ്റ്മെയർ എന്ന ഫിനിഷർ അതിന് നിൽക്കില്ല. ഫിനിഷർ നമ്പർ 1 ഹെറ്റ്മെയർ, ഫിനിഷർ നമ്പർ 2 ധ്രുവ് ജുറൽ. കഴിഞ്ഞ മത്സരത്തിൽ അല്ല, ഇവർ രണ്ടുപേരും ഫിനിഷ് ചെയ്യുന്നത് എതിർ ടീമുകളെ സ്വന്തം ടീമിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന 2 ഫിനിഷർമാർ മാത്രമാണ്. ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ ഒരു ഭേദപ്പെട്ട പ്രകടനം സ്കോർ ബോർഡ് നോക്കുമ്പോൾ തോന്നിയേക്കാം ധ്രുവ് ജുറലിന്. പക്ഷേ അത് 23 പന്തിൽ നിന്ന് 18 റൺസ് മാത്രമായിരുന്നു നേടിയത്. മികച്ച രീതിയിൽ ഓളത്തിൽ നല്ല പിന്നെ റെക്കോർഡ് റൺ റേറ്റിൽ പോയിക്കൊണ്ടിരുന്ന, സ്ട്രൈക്ക് റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമിനെ റൺ റേറ്റ് നന്നായിട്ട് മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ വേഗത മൊത്തത്തിൽ കളഞ്ഞിട്ട് 23 18 റൺസ് ഒരു ഇതിലേക്ക് എത്തിക്കുന്നു. എങ്കിലും ജയിക്കാനുള്ള ഇതായിരുന്നു, കാരണം ജയത്തിനൊക്കെ അടുത്ത് എത്തിയിരുന്നു ടീം. അല്ല, അത് ആദ്യത്തെ 10 ഓവർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ 30 റൺസ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതെ, ഈസി ആയിട്ട് അങ്ങനെ പോയ മത്സരത്തെ അവസാന നിമിഷത്തേക്ക് എത്തിക്കുന്നു. പക്ഷേ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇന്നലത്തെ ഔട്ട് ദൗർഭാഗ്യകരം വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അതിലും ജുറലിന് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ 2 ഫിനിഷർമാരെയാണ് രാജസ്ഥാൻ ഫിനിഷർമാരായിട്ട് ടീമിൽ കാണുന്നതാണ് പറയുന്നത്. ആ 2 പേരും ഇപ്പോൾ ബർസൈഫ് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്, സ്വന്തം ടീമിനെ ഫിനിഷ് ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം നമ്മുടെ സ്റ്റാർ ബൗളർ തുഷാർ ദേശ്പാണ്ഡെയാണ്. അയാൾ 8 മത്സരത്തിൽ 6 വിക്കറ്റാണ് നേടിയിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ 36 റൺസ് വാങ്ങിയിട്ടുണ്ട്. 2 ഓവർ മാത്രം 2 ഓവർ 36 റൺസ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് വരുന്നത്. നമുക്ക് റണ്ണ് വഴങ്ങുന്നില്ല, ഒരു വിശക്കുമില്ല, വിക്കറ്റ് എടുക്കാൻ അത്ര താല്പര്യമല്ല, പറ്റുന്നില്ല. ഈ ഒരു താരമാണ് പിന്നെ രാജസ്ഥാൻ്റെ അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡിൻ്റെ ഒരു മറ്റേ വജ്രായുധങ്ങൾ, 3 വജ്രായുധങ്ങൾ. ഇവരെ മാറ്റാണ്ട് ഈ രാജസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഇവരെ മാറ്റിയേ പറ്റൂ അടുത്ത കളിയിലേക്കെങ്കിലും. ഹെറ്റ്മെയറിനെ എന്തിനാണ് ഇപ്പോഴും കളിപ്പിക്കുന്നത്? ഒരു വിദേശ താരം വേണമെന്നുള്ളത് ഇത് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. വിദേശ താരം വേണമെന്ന് കരുതിയിട്ടാണോ, ഒരു ബാറ്റർ എന്ന നിലയിൽ എതിർ ടീം പേടിക്കുന്ന കരുതിയിട്ടാണോ ഹെറ്റ്മെയർ വരാണ്ട് വെച്ച് പേടിക്കുന്നത്? ആര് പേടിക്കാനാണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഫോമിലുള്ള 32 പന്തിൽ 50 റൺസ് ഗുജറാത്തിനോട് നേടിയിരുന്നു. ഒരു മത്സരം, ഒറ്റപ്പെട്ട മത്സരം പറയാം. അതിനേക്കാൾ നന്നായിട്ട് വൈഭവ് സൂര്യവംശി കളിക്കുന്നില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റും. റിയാൻ പരാഗ് വരെ അതിനേക്കാൾ തന്നെ കളിക്കുന്നു പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാൻ എന്നിട്ടും ഇവരെ വെച്ചിട്ട് മുന്നോട്ട് പോയാൽ പക്ഷേ ഗുണമില്ല എന്ന് പറയുന്നില്ല. ഇപ്പം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പിന്നെ IPL പ്ലേ ഓഫിലേക്കുള്ള സംശയത്തിലായിരുന്നു. മുംബൈയുടെ തിരിച്ചു വന്നതിന് ശേഷം 3ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയെങ്കിലും ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമായിരുന്നു. അതായത് ഈ IPL സീസൺ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മുതൽ അല്ലെങ്കിൽ ഒരു 3 സ്ഥാനം മുതൽ അവസാനത്തെ ഒരു 6 സ്ഥാനം വരെ ഒരു കോമ്പറ്റീഷൻ. ആ ഒരു സമയത്ത്
പല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പല മറ്റേ മാറ്റങ്ങളും ഇതൊക്കെ സംഭവിക്കാം, പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കാം ഓരോ. പക്ഷെ ആ ഒരു പ്രശ്നത്തിലേക്ക് കടക്കാതിരിക്കാനുള്ളതിന്റെ ഒരു മുൻകരുതൽ RCBക്ക് എടുക്കാൻ ഒരു കൈ സഹായം കൊടുത്തു. കൊടുത്തിട്ട് ഇപ്പം പിന്നെ മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടും എത്തിക്കുന്നു. മാത്രല്ല ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരം ജയിച്ച് അതിൽ വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ അവിടെ ടോസ് കിട്ടിയിട്ട് ഫീൽഡിംഗ് എടുത്തിട്ടുള്ള ടീമുകളെല്ലാം ഈ സീസണിൽ ജയിച്ചിട്ടുണ്ട്. 3 മത്സരം RCB തോറ്റത് ആദ്യം ബാറ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ആദ്യം രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഗുണം കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ്. അവിടെ ആദ്യം ബാറ്റ് ചെയ്യുന്ന RCB മികച്ച റൺസ് നേടുന്നു, എന്നാൽ പോലും അത് ചേസ് ചെയ്യാൻ ശ്രമിക്കാതെ ടോപ്പ് ഓർഡറിനെ കുറ്റം പറയാൻ കഴിയില്ല. ഇത്രയും നല്ലൊരു ബോളിംഗ് നിര RCBക്ക് ഉണ്ട്. ആ ബോളിംഗ് നിരക്കെതിരെ ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് വരുന്ന ആളുകളാണ് ഈ പറയുന്ന പോലെ ഒരു ടീമിനെ സ്വന്തം ടീമിനെ തന്നെ ഫിനിഷ് ചെയ്ത് കളയുന്ന ഈ ഫിനിഷർമാരുടെ കാര്യം. അവരെ മാറ്റി നിർത്തിയിട്ട് മറ്റു താരങ്ങൾക്ക് അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്. ബാംഗ്ലൂരിന് ഊർജ്ജം കിട്ടിയിട്ടുണ്ട്, ഹോം ഗ്രൗണ്ടിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇവർ ജയിച്ചിട്ടുണ്ട്. ഇനി വരുന്ന മത്സരത്തിൽ ആ ഒരു ഊർജ്ജത്തോടെ ഇറങ്ങാം, പോയിന്റ് ടേബിളിൽ മുന്നോട്ട് പോകാനുള്ള ഇതായിട്ടുണ്ട്. പക്ഷേ രാജസ്ഥാൻ തീർന്നു. ഇന്നിപ്പം പിന്നെ ചെന്നൈയും ഹൈദരാബാദും കളിക്കുമ്പോൾ ഒരു ടീം എന്തായാലും ജയിക്കുമല്ലോ. അതിനൊരു ടീം അപ്പം ഇവർ മുന്നിലെത്തും, 9ാം സ്ഥാനത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറ്റും. 9, 10 ഈ സ്പോട്ട് മാത്രം നോക്കിയത് ഈ ടീം അതേ അർഹിക്കുന്നുള്ളൂ. സഞ്ജുവിൻ്റെ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. മലയാളികൾ ഏറെ ആരാധകരുള്ള ടീമാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയുള്ള ടീമാണ്. പേഴ്സണലി എനിക്കും താല്പര്യമുള്ള ടീമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ടീം അർഹിക്കുന്നത് 9ാം സ്ഥാനമോ 10ാം സ്ഥാനമോ മാത്രമാണെന്ന് യാതൊരു സംശയമില്ല. കാരണം ആ രീതിയിലാണ് ഇവർ ഈ ടീമിനെ ട്രീറ്റ് ചെയ്യുന്നത്, താരങ്ങളെ കളിക്കാൻ ഇറക്കുന്നത്. ഒരു ഇൻറ്റൻഷൻ ഇല്ല, ജയിക്കാനുള്ള ഇൻറ്റൻഷൻ ഇല്ല. അത് പറയുമ്പോഴും ജയ്സ്വാളിൻ്റെ ഒക്കെ പ്രകടനം, ആ സൂര്യവംശിയുടെ മുഖവും കാണുമ്പോൾ ഒരു സങ്കടം നമുക്ക് തോന്നും. സഞ്ജു സാംസൺ മറ്റേ ഡൽഹിക്കെതിരെ മത്സരത്തിൽ നിതീഷ് റാണ അടക്കം തിരിച്ചു വന്നുള്ളതാണ്. നിതീഷ് റാണ അടക്കം ഫോമിലല്ലാതെ പല ഇതിലും തിരിച്ചു വരുന്നു, ഒരു ഭേദപ്പെട്ട പ്രകടനങ്ങൾ നടത്താൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സഞ്ജു സാംസന്റെ തന്നെയാണ്. സഞ്ജു സാംസൺ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബാറ്റിംഗിൽ ഒരു വലിയൊരു വിടവ്, പിന്നെ ക്യാപ്റ്റൻസി, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു ഇതും കൂടി ഉണ്ട്. സഞ്ജു ഈ സീസണിൽ തന്നെ ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളത്. കാരണം ഇനിയിപ്പോ രാജസ്ഥാൻ അടുത്തടുത്ത മത്സരങ്ങൾ, പിന്നെ വരുന്നത് മെയ് 4 കഴിഞ്ഞിട്ട് ഒരു 9 ദിവസത്തെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിനെ കുറിച്ചാണ് ദ്രാവിഡ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലേക്ക് സഞ്ജു വരാതിരുന്ന അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് ദ്രാവിഡ് പറയുന്നതും. കാരണം മെഡിക്കൽ ടീം അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണ്ട. പിന്നെ ഇനിയുള്ള 2 മത്സരങ്ങളും ജയ്പൂർ തന്നെയാണ്. അപ്പൊ സഞ്ജുവിന് അവിടെ തന്നെ ടീമിനൊപ്പം തന്നെ തുടരാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് കൊൽക്കത്തയിൽ ഒരു മത്സരം നടക്കുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് തീർച്ചയായും കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചെന്നൈനായിട്ടൊരു മത്സരം കളിക്കാനുണ്ട് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഈ ഹെറ്റ്മെയറിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ആരെ പരീക്ഷിക്കും, അല്ലെങ്കിൽ ജുറലിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ആരെ പരീക്ഷിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അതും കൂടി നമ്മൾ എടുത്ത് ജുറലിന് പകരം കുനാൽ സിംഗ് റാത്തോഡ് ഒരു താരം ഒരു ബെഞ്ചിലുണ്ട്. ഈ ജുറലിനേക്കാൾ നന്നായി കളിക്കുന്ന പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ആഭ്യന്തര ഫോമിലുള്ള താരമുണ്ട്. ആ താരത്തെ എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ലാണ് ചോദ്യമാണ് വരുന്നത്. അപ്പോൾ തുഷാർ ദേശ്പാണ്ഡെ പകരം ആകാശ് മധുവാൾ എന്ന താരം, അദ്ദേഹം മികച്ച ഫോമിൽ പിന്നെ ആഭ്യന്തര സീസണിൽ കളിച്ചിരിക്കുന്ന താരമുണ്ട്. ദേശ്പാണ്ഡെയെ മാറ്റി പരീക്ഷിക്കാൻ 2 തവണ ആലോചിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ മത്സരം ഇത്രയും കഴിഞ്ഞിട്ട് ഇന്നലെ ഇപ്പോൾ അടുത്ത മത്സരത്തിലും ദ്രാവിഡ് വരെ മാറ്റുന്നോ, ഇനി പുതിയ ഞാൻ പറഞ്ഞ പോലെ കുനാൽ സിംഗ് റാത്തോഡിനെയോ ആകാശ് മധുവാളിനെ കളത്തിൽ ഇറക്കുന്നു തോന്നുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ധ്രുവ് ജുറലിനെ മാറ്റാൻ ഒരു സാധ്യതയില്ല. കാരണം ഇന്നലെ ഭേദപ്പെട്ട പ്രകടനമാണ്. രാജസ്ഥാൻ വെച്ച് നോക്കുമ്പോൾ നല്ല പ്രകടനം വേണ്ടെങ്കിൽ പറയുക വരും. പക്ഷേ അതല്ലല്ലോ വേണ്ടത്. ഈ T20 കളി ജയിപ്പിക്കണം. കളി ജയിക്കാതെ ഇവർ എല്ലാ മത്സരത്തിലും 200 അടിച്ചിട്ട് കാര്യമുണ്ടോ? ബോളിംഗ് നിര തകർന്നു പോയില്ലേ? അത് എവിടെയാണോ വീക്കാവുന്നത് അത് മാറ്റി അല്ലെങ്കിൽ അത് സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ വേണ്ടത്. ഇവിടെ ഇപ്പം വിസിബിളായിട്ട് നമുക്കറിയാം ഗുജറാത്തിന് നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് മധ്യനിരയിൽ പ്രശ്നമുണ്ട്. ഫിനിഷർമാരില്ല, ടോപ്പ് ഓർഡർ മാത്രമേ ഒന്ന് പിടിച്ചു നിൽക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ അവിടെ പരീക്ഷണം താരങ്ങളെ മാറ്റാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല, അതിനാണ് പ്രശ്നം വരുന്നത്. ഈ പറഞ്ഞ പോലെ കുനാൽ സിംഗ് അതോടെ വഴി ഉണ്ട്. ഇനി കൂടുതൽ ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിന്റെ തെറ്റും ഈ മാനേജ്മെന്റ് മാത്രമല്ലേ. ഇപ്പം അത് ഇവര് എന്ത് കണ്ടിട്ടാണ് ടീം സെറ്റ് ചെയ്തതിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഹെറ്റ്മെയറിലൊക്കെ അവർ പ്രതീക്ഷിച്ചത് നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഗെയില് അല്ലെങ്കിൽ പൊള്ളാട് അതിലൊരു വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട് താരം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ് ഹെറ്റ്മെയർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് അദ്ദേഹത്തിന്റെ അല്ല ഓവർ റേറ്റഡ് അദ്ദേഹം ഇതാണ് ആ താരത്തെ ഇങ്ങനെ കാണാൻ വേണ്ടി ഒരു ഫിനിഷർ റോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് അത് ഈ മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അദ്ദേഹം പിന്നെ ഫിനിഷർ ആയിട്ടില്ല, നല്ല കളികൾ തീർത്തിട്ടില്ല എന്നല്ലെങ്കിൽ മികച്ച റൺ നേടിയിട്ടില്ല എന്നല്ല പറഞ്ഞത്. നിലവിലെ ഫോമിൽ അദ്ദേഹത്തിന് ആവുന്നില്ല. അത് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വേണ്ടി ദ്രാവിഡിന് കഴിയണം. അല്ല IPL-നെ സംബന്ധിച്ച് IPL-ന് ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ടീമിന് ഒരു IPL ടീമിന്റെ ആ ഒരു അവസ്ഥയിൽ കളിക്കേണ്ട ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഓവർ റേറ്റഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തെ ഇവര് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ട്. പക്ഷേ രാജസ്ഥാൻ മാനേജ്മെന്റ് മാത്രം മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഈ ടീമിനെ പരാജയം വരുന്നത്.
അല്ല ഇത് ഈ പറഞ്ഞ പോലെ ടീം എടുക്കുന്ന സമയത്ത് അവരൊരു തീരുമാനം എടുത്തപ്പോ ബട്ട്ലറിനൊക്കെ ഒഴിവാക്കി വിട്ടതൊക്കെ വലിയ രീതിയിൽ മണ്ടത്തരമുള്ളതാണ്. ഫോം നോക്കിയാൽ തന്നെ അതെ അതെ, അദ്ദേഹം റൺവേട്ടയിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 4ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോ ഇന്നലെ കോഹ്ലിയാണ് മുന്നോട്ട് കയറി വന്നപ്പോ അദ്ദേഹം 5ാമതായിട്ടുള്ളത്. അപ്പൊ എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് എന്താ പറയാ, ചില ആളുകള് ചില താരങ്ങള് അവരുടെ ടീമിനെ തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചില ഫിനിഷർമാര്. ഇപ്പൊ ഈ പറയുമ്പോ രാജസ്ഥാൻ റോയൽസ് പറയുമ്പോൾ സഞ്ജു സാംസൺ കേൾക്കുമ്പോൾ ആകെ വരുന്നത് ഡൽഹിക്കെതിരെ മത്സരത്തിൽ പരിക്ക് പറ്റിയിട്ട് ആ സൂപ്പർ ഓവർ സമയത്ത് പുറത്തൊരു ഒരു ദുഃഖത്തോടെ നിൽക്കുന്ന സഞ്ജു മുഖമാണ് മനസ്സിലാക്കുന്നത്. ആ വിഷമത്തിലാണുള്ളത്. അതാണ് അവസ്ഥ. ഇപ്പൊ ടീം മാനേജ്മെന്റ് അന്ന് സഞ്ജു ടീം മാനേജ്മെന്റ് പിന്നെ ചർച്ച നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാതെ മാറിയിരുന്നപ്പം അത് ഒരു പല വിവാദങ്ങളുണ്ടായി. പക്ഷെ ദ്രാവിഡ് പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമൊന്നുമില്ലാതെ. പക്ഷേ അതിൽ പങ്കെടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ്. അവിടെ എന്ന് നടക്കുന്നത് സഞ്ജു എന്നൊരു നായകൻ അല്ലെങ്കിൽ ഒരു താരത്തിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഇവരെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ഉള്ളിലുണ്ടാവും. ഇനിയിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെന്നു പറഞ്ഞ് സഞ്ജു ജയ്സ്വാൾ ഇതിനൊക്കെ നല്ല ടീമിനെ അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ രാജസ്ഥാനിലേക്ക് നമുക്കൊരു ഫ്രാഞ്ചൈസി എങ്ങനെയായിരുന്നു നമുക്കറിയാം. ആദ്യ സീസണിൽ അവർ വരുമ്പോൾ തന്നെ ഒരു വലിയ താരതരം വെച്ച് നമുക്ക് ജയിക്കുമ്പോൾ കപ്പടിക്കുന്നത് കരുതിയൊന്നുമല്ല. പക്ഷേ ഷെയ്ൻ ബോളും രവീന്ദ്ര ജഡേജ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ഉൾപ്പെടെയുള്ള ആ ടീം നേടിയിട്ടുണ്ട്. ആ രാജസ്ഥാനിലെ സഞ്ജു നയിച്ചത് കഴിഞ്ഞ സീസണിലൊക്കെ നയിച്ചത് നന്നായിട്ട് നയിച്ചിട്ടുണ്ട്. സഞ്ജുവിനെ നയിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നയിക്കണമെങ്കിൽ ഒരു വൺ മാൻ ഷോ കൊണ്ട് മാത്രം നേടാൻ പറ്റുന്നതല്ല. സഞ്ജുവിനോ ജയ്സ്വാളിനോ മാത്രം വിചാരിച്ച് നടക്കുന്നതല്ല. ഈ പറഞ്ഞ വൈഭവ് സൂര്യവംശിനെ പോലെ താരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് വേണ്ടതാണ്. അതാണ് IPL ലക്ഷ്യം വെക്കേണ്ടതും. യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഒരു ലീഗിന് ഇറങ്ങുമ്പം അതിന് വേണ്ടി ബാക്കപ്പ് കളിക്കാൻ അല്ലെങ്കിൽ ഓരോ റോളിൽ കളിക്കാൻ പറ്റിയ താരങ്ങളെ കണ്ടെത്താനും ഈ മാനേജ്മെൻറ്റ് തയ്യാറാവേണ്ടതുണ്ട്. ഫ്രാഞ്ചൈസി തയ്യാറാവണം. അതില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സഞ്ജു ഇനി മറ്റു ടീമുകളിൽ തേടി പോയാൽ തന്നെ അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞ ചെന്നൈ പോലുള്ള താരങ്ങൾ വന്നാൽ ആരാധകർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയുള്ളൂ. അത് ആരാധകരുടെ ആവശ്യങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സഞ്ജു പിന്നെ ബാൻ ചെയ്ത സീസൺ മാത്രം മാറി നിന്നൊരു താരം മാത്രമാണ് രാജസ്ഥാൻ റോയൽസ്. വീണ്ടും രാജസ്ഥാനിൽ ഡൽഹിയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ടും മികച്ച പ്രകടനം നടത്തി നായകനായി വന്നു. ഇനിയിപ്പം സഞ്ജു കിടന്ന് ഇറങ്ങിയ പ്രശ്നമൊന്നുമില്ല. ഒരു വിശ്വസ്തനായ ഒരു താരമുണ്ട് റിയാൻ പരാഗിന് നായകശേഷി കൊടുത്തിട്ട് വരുന്നു പറയാൻ വേണ്ടി പറ്റും. അല്ല തീർച്ചയായും. അപ്പൊ പരാഗിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പരാജയം എന്ന് പറയാം ക്യാപ്റ്റൻസിയിൽ. അല്ല ക്യാപ്റ്റൻസിയുടെ കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ് ഈ മത്സരങ്ങളിലെല്ലാം. അത്ര ഒരു ചില തീരുമാനങ്ങളൊക്കെ രീതിയിൽ പാളുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫീൽഡ് സെറ്റിംഗ് ആണെങ്കിലും ബോളർമാരെ ഉപയോഗിക്കുന്നതാണെങ്കിലും പല തരത്തിലും പാളുന്നുണ്ട്. ഇപ്പൊ ഇന്നലെയൊക്കെ ഒരു എനിക്ക് തോന്നുന്നത് മറ്റേ പല ബോളിങ്ങിലെടുത്ത തീരുമാനങ്ങളും പല സ്പെല്ലുകളിലും വന്ന മാറ്റങ്ങൾ താരങ്ങളെ ബോൾ ചെയ്യാൻ കൊണ്ടുവന്നതിലൊക്കെ പല മിസ്റ്റേക്കുകളും പറ്റിയിട്ടുണ്ട്. മധ്യ ഓവറുകളിൽ RCBനെ പിടിച്ചു കെട്ടാൻ തീർച്ചയായും ഇവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ. അതോടൊപ്പമാണ് ഇനിയിപ്പോ ജയിക്കാവുന്ന ഒരു മത്സരത്തിലേക്ക് ടോപ്പ് ഓർഡർ എത്തിച്ചിട്ടും അത് കൃത്യമായി ഫിനിഷ് ചെയ്യാൻ കഴിയാത്ത ഈ 3 മത്സരങ്ങൾ വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി തന്നെ മാറുമായിരുന്നു. ഈ വിമർശനങ്ങൾ പോലും ഒരു അർത്ഥമില്ലാതാവും. അപ്പൊ എന്തായാലും പ്ലേ ഓഫിലേക്ക് വേണ്ടിയിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടു പോയതാണെങ്കിൽ ഒരു ഇതുണ്ട്. 5ാം സ്ഥാനം 6ാം സ്ഥാനം അല്ലെങ്കിൽ 7ാം സ്ഥാനം തന്നെ ആയിക്കോട്ടെ, പ്ലേ ഓഫിന് വേണ്ടി ശ്രമിച്ചിട്ട് ഒരു തോൽക്കുന്ന ആരാധകരുണ്ടാവും. ഇത് പക്ഷേ ഈ പറഞ്ഞ 3 താരങ്ങൾ 3 മത്സരങ്ങൾ തോൽപ്പിച്ചു തന്നെ വേണം പറയാൻ പറ്റും. ഈ 3 മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലേ ഓഫിലേക്ക് എത്തിയില്ലെങ്കിലും സന്തോഷത്തോടെ രാജസ്ഥാൻ ഫാൻസിന് പിന്നെ ഒന്ന് ഈ സീസൺ അവസാനിപ്പിക്കായിരുന്നു. ഇതിപ്പോൾ അതില്ല, തീർന്നു. തീർച്ചയായും ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും ഈ താരങ്ങൾ ടീമിനെ ഫിനിഷ് ചെയ്യാതെ എതിർ ടീമുകളെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളത് ഫിനിഷ് ചെയ്യണ്ട, ശ്രമിക്കട്ടെ. അതെ.